ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ടിപ്സ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പേർലി മണി സ്പെഷ്യൽ മുട്ട ചുരുട്ട് കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഉള്ളി, തക്കാളിയും പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആൻഡ് ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഒരു സമയത്ത് ഈ ഒരു മുട്ട ചുരുട്ട് കറി ഫേമസും കൂടെ ആയിരുന്നു കേട്ടോ. സ്റ്റൗ ഓൺ ചെയ്ത് കുക്കറിന് വെച്ചതിന് ശേഷം അടുത്തൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ഗ്രാമ്പ്, ഏലക്ക, കസകസ ഇത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി എന്ന് പറഞ്ഞത് ചെറിയ ഉള്ളിയായിരുന്നു, അത് ഇതിട്ടേ ശേഷമാണ് ഇടേണ്ടത്. ഒരു 10 അല്ലെങ്കിൽ 15 ചെറിയ ഉള്ളി ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ തേങ്ങ ഉണ്ടല്ലേ അത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളറിൽ വരുന്ന വരെ നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ജീരകവും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് മല്ലിയിലയാണ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ തേങ്ങ എന്ത് ബ്രൗൺ കളറിലാണ് വന്നതെന്ന്. എന്നിട്ട് നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ ഈ ഒരു പരുവം വരുന്നവരെ നന്നായിട്ട് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടൊരു ഡിഷ് തന്നെയാണിത്. എന്നിട്ട് നമുക്ക് അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ആറാൻ വയ്ക്കണേ. എന്നിട്ട് നമ്മൾ 4 മുട്ടയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 5 മുട്ടയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഉള്ളി, മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾ ഇത്രയും ഉപ്പ് അല്ലെങ്കിൽ എന്താ പറയുക മുട്ട ഇത്രയും മതി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇട്ടാൽ മതി. എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. നമുക്കിപ്പോൾ ഇത്ര മതി, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര എടുത്തത്. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ മുട്ട ഓംലേറ്റ് ഇടുന്നത് അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ചുരുട്ടി ഇങ്ങനെ എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ പീസായിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. സെയിം നമ്മൾ എങ്ങനെയാണ് ഓംലേറ്റ് ഇടുന്നത് അതേപോലെ തന്നെ, എന്നാൽ പക്ഷേ ഇത് ചുരുട്ടണം. അത്ര മാത്രമാണ് ഡിഫറെൻറ്റ്. അങ്ങനെ നമ്മൾ എത്ര മുട്ടയാണ് പൊരിച്ചെടുക്കുന്നത് അത്രയും നമുക്ക് പീസസ് വരും. ഇങ്ങനെ മടക്കി ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് പിന്നെയും പീസായിട്ട് നമുക്കിങ്ങനെ പിന്നെയും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 4-5 ഓംലെറ്റ് ഇങ്ങനെ ഇട്ടാൽ നിറയെ പീസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കറിൽ എന്തായാലും നോക്കാം അവസ്ഥ. കുക്കറിൻ്റെ അവസ്ഥ എന്തായാലും നോക്കാമല്ലോ. അപ്പോൾ കുക്കറിൻ്റെ അവസ്ഥ ഇത് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ വെന്ത് കുറുകിയിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ആ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ആ സെയിം ചട്ടിയിൽ തന്നെ ഈ കുക്കറിൽ ഇരുന്ന് എല്ലാം അതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു തേങ്ങ, കൊച്ചുള്ളി ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഉണക്ക വെച്ചില്ലേ ആറാൻ വേണ്ടി, അത് നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് ലേശം വെള്ളം കൂടെ ആ ഒരു ചട്ടിയിൽ ആഡ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ പീസായിരുന്ന നമ്മളെ ഒരു മുട്ട ചുരുട്ട് അത് അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണേ, എങ്കിലേ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കണ്ടോ നമ്മൾ മുട്ട ചുരുട്ട് കറി വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയി നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ്.